അങ്ങനെ ഇന്നലെ സ്റ്റേ അടിച്ച സ്ഥലമാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. അവിടെ എല്ലാവരും കുറേ ആൾക്കാർ കിടക്കാനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. പിന്നെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പോയി. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാലിക്കിനെ തവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ നേരെ ബാക്കിലായിട്ട് ഈ ക്യാഷ് എടുത്ത് യൂസ് ചെയ്യണ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ. ഇവിടെ ഇങ്ങനെ വലിയൊരു ഒരു തോട്ടം വരുന്നുണ്ട്. അവിടെ ഇങ്ങനെയായിട്ടൊരു കവാടം കാണുന്നുണ്ട്. അവിടെ ചെറിയ ക്ഷേത്രം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ തേര് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കിളിയുടെ തേര് അവിടെ കാണുന്നുണ്ട്. അങ്ങനെ നേരെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഈ ഒരു കവാടത്തിലുള്ളൊരു ക്ഷേത്രത്തേക്കാട്ടോ നമ്മൾ പോണത്. കയറുന്ന ആദ്യമായിട്ട് തന്നെ ബോർഡ് കാണുന്നത് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ അലങ്കരിച്ചൊരു ക്ഷേത്രമാണ് കേട്ടോ. എല്ലാ ഭാഗത്തും CCTV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ തോതിലുള്ള ആൽമരം വരുന്നുണ്ട് 2 ടെമ്പിൾ പേരെന്നാ? ചന്ദ്രഭഗവാൻ എന്നല്ലാതെ ചേർക്കെങ്ക എന്ത് ഊര്? ഇത് ഊര് പേര് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയാൽ അവിടെ ഇങ്ങനെ അങ്ങോട്ട് കടക്കാനെന്നുള്ള ഇതില്ല കേട്ടോ. ക്ലോസിങ് ആണ്. നമുക്ക് വിശ്രമിക്കാനും അതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തഞ്ചാവൂർ ടൂറിസം സ്പോർട്സിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട് കേട്ടോ. വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിലാണ്. ഒരു 3 ആളെ അല്ലെങ്കിൽ 4 ആളെ ഹൈറ്റോളം വരുന്ന മതിൽക്കെട്ടാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ ദേവന്മാർ ഫോട്ടോസ് കൊത്തുപണികളിൽ തീർത്തിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള തമിഴിലുള്ളൊരു എഴുത്തിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ കവാടാണ്. ഇതിൽ ദേവന്മാരെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കൊത്തി എന്നിട്ടാങ്ങളാ அப்படிங்களா? இது வந்து எவ்வளோ டைமுக்கு க்ளோஸ் ஓப்பன்? 6 മണിക്ക് 6 to 1, 4 to 9. ശരി. പിന്നെ ഇവിടെ കിറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ. അങ്ങനെ ഈ ഒരു സൈഡ് കൂടി ഇങ്ങനെ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വേറൊരു കവാടം കാണുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള വലിയൊരു കവാടാണ്. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലത്തെ കല്ലുകളിൽ പല ചിത്രകലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ കണ്ടിട്ടോ. ഇവിടെ ഇങ്ങനെ ക്ലോസിങ് ആയിട്ടുണ്ട്. അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ അലങ്കാര പണികളും കൊത്തുപണികളൊക്കെ വരുന്നത്. മുന്നത്തെ ക്ഷേത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. പിന്നെ കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിങ്ങിലെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സോമിനൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സോമിയാണ്. അത്രയും ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്ന കലാകാരന്മാരെ നമ്മൾ സമ്മതിക്കുന്ന വേണം. ഉള്ളിലേക്ക് ഒരുപാട് കവാടങ്ങൾ താണ്ടിയിട്ടുള്ളൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വിളക്ക് കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന ഒരു സ്പേസ് കാണുന്നുണ്ട്. പിന്നെ ക്യാനുകൾ ഇതാ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊക്കെ കൂടുന്ന വെച്ചതായിരിക്കാനാണ് ചാൻസ്. തിരി കത്തിച്ചിട്ടുള്ളത് ഇവിടെ കത്തിച്ച് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. മെഴുകുതിരി കത്തിക്കുന്ന ഒരു ചെറിയ ബോളാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അതായത് ഒരു പാടമാണ് മൊത്തത്തിൽ. ഇവിടെ കുറേ ആടുകൾ മേയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പശുക്കളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ കൗണ്ടറിൽ ചോദിച്ചിട്ടോ കയറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ കയറി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഏരിയയിൽ ഓരോ കാര്യങ്ങളല്ലേ, അപ്പോൾ നമ്മൾ പാലിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ താങ്ങുക വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഭണ്ഡാരപ്പെട്ടി വരുന്നുണ്ട്. ഇതിലും എന്തോ ലിപികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ വാതിലാണ്. എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞ പോലെ ഇത് കല്ലാണ്. പിന്നെ അപ്പുറത്ത് വലിയ ഒരു മരത്തിൽ തീർത്തിട്ടുള്ള ഡോർ കേട്ടോ. കാണുന്നതൊക്കെ കൽപ്പണികളാണ് കേട്ടോ. ഇങ്ങനൊരു കവാടം വരുന്നുണ്ട്. ഇതിലേക്ക് കയറി ചെന്നാൽ ഇതുപോലെ മനോഹരമായിട്ട് 2 ആളുകളെ ശില്പം വെച്ചിട്ട് ഇങ്ങനൊരു കവാടം വീണ്ടും വരുന്നുണ്ട് കേട്ടോ. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ചുറ്റുമതിലായിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും നമ്മളെ പുറത്തുനിന്ന് കണ്ടൊരു ചുറ്റുമതിൽ കേട്ടോ. നിലം മൊത്തം മറ്റേ കരിങ്കല്ലിൻ്റെ പാളികൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പഴയ കൽപ്പണികളാണ് കേട്ടോ ഇതൊക്കെ. ഇതിലാണ് ഡോർ തീർത്തിട്ടുള്ളത്. മരത്തിൻ്റെ ഡോറാണ്. പിന്നീട് ക്ഷേത്രത്തിന് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് കേട്ടോ ക്ഷേത്രം വരുന്നത്. മനോഹരമായ കൊത്തുപണികളും ഡിസൈനുകളും തീർത്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ചേട്ടനില്ലേ കസാരയിൽ, മൂപ്പര് കുറച്ച് റോങ് ആണ് കേട്ടോ. മൂപ്പര് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നപ്പോൾ
വീഡിയോ എടുക്കാൻ പാടില്ല വന്നിട്ട് വർത്തമാനം പറഞ്ഞ് ചൂടായി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നിട്ടാ. ഓരോ ഏരിയയിൽ ഓരോ പ്രശ്നങ്ങളാണ്. അവിടെ നമ്മൾ ചോദിച്ചിട്ടാണ് കയറിയത്, എങ്കിൽ കൂടി ഇയാൾ വന്നിട്ട് അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഇവിടേക്ക് പുതിയതായിട്ട് വന്നൊരു ബസ്സാണ് കേട്ടോ. അതിൻ്റെ ആർട്ട് നോക്കാൻ എന്ത് രസമുണ്ടെന്നുള്ളത്. ചെറിയ കുഞ്ഞ ബസ്സാണ്, അത്രയും മനോഹരമായിട്ട് ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ആളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഉങ്ക ഒരു പേര് என் ஊர் பேர் வந்து நயினார்பாளையம். நயினார்பாளையம். இங்கேருந்து எவ்வளோ கிலோமீட்டர் இருக்கு? இங்கேருந்து ஒரு 90 கிலோமீட்டர். 90 வராது. ஒரு 130 வரும். 130. ஆ சரி சரி. உங்கள் பேர்? என் பேர் அஜித். അജിത്. ശരിയാണ്, കിളമ്പുറം. താങ്ക് യു. അപ്പോൾ ഈ ഒരു ബസ് ഇങ്ങനെ കേട്ടോ, നമ്മളെ നാട്ടിൽ നിന്ന് ഒരു സംഭവമാണ്. ശരിയെണ്ണ, ബസ്സിൻ്റെ അഴക് എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉള്ളൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. നമ്മൾ ഏരിയയിലെല്ലാം പോയിരിച്ചിട്ടുണ്ട് മാതിരി. ഇവിടെയൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു ഏരിയ എങ്ങനെയായിട്ട് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബാക്കിൽ ഇങ്ങനെ ആയിട്ട് JBLൻ്റെ സ്പീക്കർ വരുന്നുണ്ട് രണ്ട് സൈഡിലും. ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ, ഓ അടിപൊളി. അങ്ങനെ സെൻസർ വരുന്നുണ്ട്, ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കണ സാധനം. ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അവർ. വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. ചെറിയ കുഞ്ഞു ബസ്സാണ് കേട്ടോ. ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഭംഗിയാക്കിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടോ, ഒക്കെ സ്പീക്കർ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ക്യാബിനാട്ടോ എടുത്ത് പറയേണ്ടത്, ക്യാബിനാണ്. മനോഹരമായിട്ടുണ്ട്. ശരിയണ്ണാ, ശരിയണ്ണ. ഇവിടെ പാർക്കിങ്ങിന് 30 രൂപ വരുന്നുണ്ട് കേട്ടോ. യാത്രയിൽ കണ്ടതാണ് കേട്ടോ, ഒരേപോലത്തെ കുടിലുകൾ ഒരുപാടുണ്ട്. ഈ തല മുതൽ ആ തല വരെ ഒരേ കളർ കേട്ടോ. നമ്മൾ പറഞ്ഞ വീടുകൾ ആ കണ്ട സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഇതേപോലത്തെ വീടുകൾ കേട്ടോ. കണ്ടോ, എന്താ ഊർ പേരെന്നാണ്? തിരുവേർ. ആ, ഇന്നിവിടെ തമിഴ്നാട്ടിലാട്ടോ, തഞ്ചാവൂർ അടുത്താണ്. 93.7 രൂപയാണ് കേട്ടോ ഡീസലിൻ്റെ റേറ്റ് വരുന്നത്. പെട്രോളിൻ്റെ റേറ്റ് വരുന്നത് 101.45 കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 520 രൂപക്ക് അടിച്ചിട്ടുണ്ട്. നമുക്ക് 5 ലിറ്ററും 590 മില്ലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ യാത്രയിൽ തന്നെ കേട്ടോ മനോഹരമായിട്ടുള്ള വലിയൊരു ക്ഷേത്രം കൂടി നമ്മൾ കണ്ടിട്ടോ. കവാടത്തിൻ്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ, പിന്നെ ഇതിൻ്റെ കൊത്തുപണികൾ നോക്കിട്ടോ, ചെറിയ ചെറിയ വലുപ്പങ്ങളാണ് കേട്ടോ മൊത്തം ഉള്ളത്. മനോഹരമായിട്ടുള്ളൊരു കവാടം. നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കട കണ്ടപ്പോൾ ചായ അടിച്ചിട്ട് പോകുന്നിട്ട് മാലിക്കനോട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോഴേ മൊത്തം പാടങ്ങൾ കേട്ടോ. നമ്മളെ നാടിനൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള പാടങ്ങളും റോഡുകളും ഗ്രാമങ്ങളൊക്കെ കേട്ടോ. മെയിൻ റോഡാണ്, മനോഹരമായി. നമ്മളുടെ ഈ ഒരു കടയിലാണ് കേട്ടോ. ഏത് ജ്യൂസാണ് വേണ്ടത്? ജ്യൂസ് വേണോ? ഏത് ജ്യൂസാ? ഇതോ ഇതോ പച്ച ഇതോണ്ട് ഒരുപാട് മധുരങ്ങളും കേക്കുകളും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. കേക്കുകളൊക്കെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ സ്നാക്സുകൾ, ബേക്കറി ഐറ്റംസ് കേട്ടോ എത്രയുണ്ട്. പിന്നെ വലിയൊരു ഐറ്റം കേക്ക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നീളമുണ്ട്. ബിസ്ക്കറ്റുകളൊക്കെ ഇതുപോലെ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ ഐറ്റമായി തോന്നിയിട്ടാ ഈ ഒരു സാധനം. പിന്നെ വലിയ കേക്ക് അത് അവിടെ ഒന്ന്. ഇവിടെ ഒരു ബെന്നിൻ്റെ ഒരു ഇത് കണ്ടിട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഷുഗറാണോ ചക്കരയാ? നോർമല്. ഇങ്ങനെ പാൽഗോവൻ്റെ ഒരു ട്രേ കണ്ടിട്ടോ, വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ പാൽഗോവൻ്റെ ഇവിടെ ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് ഒരു പീസ് മേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ട് അവർ. നമ്മൾ 2 ചായ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്ലാസിൻ്റെ അതേപോലത്തെ ഗ്ലാസ് തന്നെ കേട്ടോ ഇവിടെ. ജസ്റ്റ് ഇതായിരിക്കണേ. ഹായ് പറഞ്ഞ
കുറുമ്പ കുറുമ്പ കുറുമ്പയാ ഇല്ലെങ്കിൽ ആയി പറയും ആയി പറയും. നല്ല കുട്ടിയാണെങ്കിൽ ആയി പറയും. നല്ല കുട്ടിയല്ല എന്നായിക്കോട്ടെ. ആയി പറയില്ല. ആമണ്ട് തൂക്ക 50 gram. ആ എടുക്കണം. ഈ ഒരു സാധനം കുഴപ്പമില്ല. ഈ ഒരു 3 ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കേക്ക് ടേസ്റ്റ് നോക്കാം. കുഴപ്പമില്ല, നോർമൽ കേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. ഈ ഒരു സാധനം തമിഴ്നാട്ടിൽ അടിപൊളിയെന്ന് പറഞ്ഞേക്കാം. കേക്കല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കാം. ഇപ്പോൾ കഴിച്ച അടിപൊളി കേട്ടോ, തേങ്ങ പിന്നെ. പിന്നെ ഈ ഒരു കേക്കാട്ടോ. ഈ പുറം ഭാഗത്ത് ക്രീം കാര്യങ്ങളൊക്കെ, ഉള്ളിൽ പിന്നെ കേക്ക് മാത്രം. ഇതിൽ ടേസ്റ്റ് ആയ സാധനം ഇതാണ് കേട്ടോ, ഈ തേങ്ങ പിന്നെ. ഇത് അടിപൊളിയാണ്. ആ ഇത് ഊര് പേരെന്നാ? குணவாசல். குணவாசல். உங்கள் பேர்? உங்கள் பேர்? வடிவழகன். நல்லா இருக்கு, ടീ നല്ല ഇருக்கு, രുചി ഇருக்கு. ഉള്ളിലിങ്ങനെ ലെയറായിട്ട് ക്രീം വരുന്നുണ്ട് കേട്ടോ. ചായൻ്റെ ടേസ്റ്റ് കൊണ്ട് 3ാമത്തെ ഗ്ലാസ് ആട്ടോ ഞാൻ കുടിക്കണേ. നല്ല ഇഞ്ചൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ചായ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ചായ ഉണ്ട്, കാപ്പി ഉണ്ട്, പിന്നെ ബാദാം ചായ ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ആള് ചായ എടുക്കുന്ന ആള്. നമ്മളെ മാലിക്ക് തൊട്ടവിടെ നിൽക്കണേ. അങ്ങനെ നമ്മളേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അരിയല്ലൂരാണ്. ഉങ്ക പേര്? വടിവഴകൻ. இந்த ஊர் பேര്? குணவாசல். நல்ல ചായங்க, അടിപൊളി അടിപൊളി. നമ്മളേ ഒരു മലയാളം പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ വർക്ക് എടുത്തിരുന്നേ? ചോറ്റനിക്കര. ഇപ്പൊ ഇല്ലല്ലേ? ഇപ്പൊ നാട്ടിൽ നിന്ന് എല്ലാരും പോകുന്നേ. ആ മെക്കാനിക്കാണ് അല്ലേ, 2 വീലർ. ആ എന്താ പേര്? ചന്ദ്രശേഖരൻ. அது நான் தாமிச்சது எവിടെன்னா நாட்டு பருவூர் சேத்தமலம் பாளையம். அதுக்கு பக்கத்தில் வெள்ளம் போக்கில் அங்கே வந்து தூர பழுது சரி சரி சரி. ഇപ്പോൾ ഇവിടെ എന്താ വർക്ക്? ഇവിടെ നാട്ടിൽ 2 വീലർ മെക്കാനിക്. ഈ അണ്ണനെ എവിടെ കേരളത്തിൽ എവിടെ വർക്ക് എടുത്തേക്കണേ? ആലുവ അല്ലേ? ആലുവയിലെ എവിടെ ശരിയില്ലല്ലേ? അപ്പോൾ ആലുവയിൽ വർക്ക് എടുത്ത ഒരാളാണ് കേട്ടോ, എടപ്പള്ളി. പേരെന്നാ? വടിവഴകൻ. ആ ശരി ശരി. നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. നമ്മൾ ചായ കുടിച്ച കട എന്ന് പറയുന്നത് അവിടെ കേട്ടോ, ആ മഞ്ഞ ബിൽഡിങ് അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. അപ്പോൾ പരിചയപ്പെടുത്താൻ കരുതി. ഈ കാണുന്ന ഡിസൈൻസ് ഉണ്ടല്ലോ, ഒരു വ്യത്യസ്തമായിട്ട് തോന്നിട്ടോ. അതായത് ഒരു കാടിൻ്റെ രൂപം. മാർബിളാണ് കേട്ടോ. മാർബിളോ അതോ ടൈലോ എന്താണ്, മൊത്തം കാടിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളൊരു ഡിസൈൻ. ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മൾ വലിയൊരു പാലത്തിൻ്റെ മേലെ കേട്ടോ ഈ കാണുന്നത് വെള്ള സ്രോതസ്സാണ്. പൈപ്പ് ലൈനിൽ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്ര ലെങ്ത് ഉണ്ട്. പിന്നെ വെള്ള സ്രോതസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ഈ പാലത്തിനോളം വലുപ്പമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനിൻ്റെ സ്രോതസ് കാണുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു പുഴയുടെ സെൻറ്റർ ഭാഗം വരെ അവിടെ കാണുന്നുണ്ട്. ഈ സൈഡാണെങ്കിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെങ്ത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നിൽ വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഒന്നുണ്ട് വെള്ളത്തിൻ്റെ സ്രോതസ് കേട്ടോ. അതേപോലെ ആ ഒരു ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 3 എണ്ണം കാണുന്നുണ്ട് കേട്ടോ. 3 എണ്ണം കാണുന്നുണ്ട് മൊത്തത്തിൽ. അപ്പം മൊത്തം 4 എണ്ണം. ബാക്കിലൊന്നും ഈ ഫ്രണ്ടിൽ 3 ലൈനായിട്ടുണ്ടോ. അത്യാവശ്യം നീളത്തിൽ പാലം വെച്ചിട്ടാണ് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പരന്ന് കിടക്കുകയാണ് വെള്ളമില്ലാതെ. പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് ഇതുപോലൊരു സ്തൂപം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ തലയ്ക്കൊരു സ്തൂപം കാണുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു പാലം, ഒരുപാട് ലെങ്ത്തും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇരു സൈഡുകളിലുമായിട്ട് ഒരുപാട് വെള്ള സ്രോതസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ CCTV ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, റിയാസ് സെറ്റാണ്. നമ്മളുള്ള തിരുമണൂർ എന്ന്
പറഞ്ഞ ഈ സ്ഥലത്താണ്, തഞ്ചാവൂരിലാണുള്ളത്. വരി നമുക്ക് ഏകദേശം മാപ്പിൽ നമ്മൾ എവിടെ ഉള്ളത് നോക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. വരി. അപ്പോഴേ നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് തഞ്ചാവൂർ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ അരിയല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട് വരും കേട്ടോ നമ്മൾ. പിന്നെ നമ്മൾ പെരുമ്പല്ലൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോയിട്ട് പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ സേലം വരും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാടിൻ്റെ തഞ്ചാവൂർ ഭാഗത്തുള്ള അരിയല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഓൾ ഇന്ത്യ യാത്രയിലാണ് കേട്ടോ. ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യണത്. ജെസ്സിൻ്റെ കുട്ടീൻ്റെ ഞാനുണ്ട്. പിന്നെ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുള്ളൂ. തമിഴ്നാട് 38 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. 6-ാം മാസം 15-ാം തീയതിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ചെന്നൈ കവർ ചെയ്യാം കേട്ടോ. അതുവരെ തമിഴ്നാടിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. കൂടുതലും നമ്മൾ യാത്ര ചെയ്യണത് വില്ലേജുകൾ കേന്ദ്രീകരിച്ചാണ് കേട്ടോ. അതായത് ആളുകളോട് ഇടപഴകി സംസാരിച്ച് അവരുമായിട്ട് സംബന്ധിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയായിട്ട് നമ്മൾ യാത്രകൾ വരുന്നത്. അപ്പോൾ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു സൈക്കിളല്ല, നമ്മളിവിടുത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ, ആ ഒരു വണ്ടിയിൽ ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ ഇത് സെറ്റ് ചെയ്തിക്കാം. அரியலூர். உங்கள் பேர்? கோவிந்தசாமி. உங்களதா இந்த வியாபாரம்? சரி சரி. டிராக்டரோட மேலே என்னெல்லாம் ஒர்க் இருக்குண்ணா? ஆ, டிராக்டர் பாடி, பம்பர் இந்த மாதிரி. இந்த மாதிரி எல்லாம் வேலையும் இருக்குது. ശരി അണ്ണാ, കൊഞ്ചം വിചാരിക്കട്ടെ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ. ഇത് അതിക്ക് മേലെ പോടുற വർക്ക്. ശരി. ഈ ഒരു കമ്പനിയിലാട്ടോ നമ്മളുള്ളത്. അപ്പോൾ ട്രാക്ടറിൻ്റെ എല്ലാ വർക്കുകളും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി ഇത് കണ്ടപ്പോഴാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. മാലിക്കതോടെ നിൽക്കണത്. ഈ ഒരു ബോഡി അടിപൊളിയായിട്ട് തന്നെ ബോഡി ബിൽഡപ്പ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടത്. ഇവിടെ ഇതേപോലെ ഷെഡുകൾ ഉണ്ട്. ഇതിൽ വരുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ വെക്കാനുള്ള, 2 സൈഡിലും മിറർ വെക്കാനുള്ള ഒരു ഹുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ള ബോട്ടിൽ വെക്കാനുള്ള ഒരു സംവിധാനം അവിടെ അങ്ങനെയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറൊക്കെ നമുക്ക് വേണ്ട പോലെ ചൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഡാമേജായി വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ നമ്മൾ വന്നിട്ട് എടുക്കണം കേട്ടോ. ഫ്രണ്ടിലൊക്കെ നമുക്ക് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ഹുക്ക് ഹോൾസ് ഇട്ടൊരു പട്ട കൊടുത്തിട്ടൊക്കെ കേട്ടോ. നമ്മൾ മുന്നേ പല സ്ഥലങ്ങളിലും ട്രാക്ടർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി ബിൽഡ് എവിടെ നിന്ന് ചെയ്യണമെന്നുള്ള മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കണം കേട്ടോ. ഇതിൻ്റെ യാത്രയിലാണ് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. മാക്സിമം നമ്മളെ കഴിവിൻ്റെ പരമാവധി എത്തിക്കാൻ ശ്രമിക്കണമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോൾ മനോഹരമായിട്ട് ബോഡി വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ട്രാക്ടർ കണ്ടിട്ടോ. ഇതിൻ്റെ ഒരു പൈൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കി. അതുപോലെ ഈ ഒരു പച്ച പരവതാനിയിലാട്ടത് വെച്ചിട്ടുള്ളത്. ഒരു ബെൻഡുള്ളൊരു ഷേപ്പ് കേട്ടോ ബോഡി. ഇതൊക്കെ ഇവരിവിടെ നിർമ്മിച്ച് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഇവിടെ വേറൊന്ന് 2 ടയറുള്ളത് കേട്ടോ. 2 ടയറുള്ളത് ഈ ഒരൊറ്റ ടയറുള്ള ഇത്രയ്ക്ക് നീളം തോന്നുന്നില്ല കേട്ടോ. ഒക്കെ ഈ ഒരു പച്ചപ്പും കൂടി വരുമ്പോഴുള്ളൊരു ഭംഗി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പഴയ ബോഡി, ഒരു ട്രാക്ടറോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം ഈ ഒരു ഇത് നോക്കുകയാണെങ്കിലേ ഇതിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ. 8 സെറ്റ് എല്ലാ വർക്കും കഴിഞ്ഞിരിക്കണേ. ഒരു ബെൻഡായിട്ടുള്ള ബോഡിയാണ് കേട്ടോ, ഒരു ബെൻഡ് ഷേപ്പ്. ട്രാക്ടറിൻ്റെ ഇതുപോലത്തെ ബോഡിയൊക്കെ കെട്ടാൻ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന കോണ്ടാക്റ്റിൽ ബന്ധപ്പെടും കേട്ടോ. അരിയല്ലൂരിനടുത്ത് തഞ്ചാവൂർ റോട്ടിലാണ് ഉള്ളത്.